മേഖലയിലുള്ള വൈറലുകൾ. അപ്പോൾ ഈ അടുത്താണ് പിന്നെ നമ്മുടെ മതേതര കേരളത്തിൽ വെച്ചിട്ട് ഈ പെൺകുട്ടിയുടെയും അതേപോലെ ഒരു ഒരാളുടെയും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് കേരളത്തിൽ വെച്ചിട്ട്. ഈ പെൺകുട്ടി ഒരു ഹിന്ദു മതവിശ്വാസിയാണ്. അതേസമയത്ത് മേൽ പറഞ്ഞ യുവാവ് കല്യാണം കഴിച്ചിരിക്കുന്ന വരൻ അതേ ഒരു മുസ്ലിമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 18 വയസ്സ് പൂർത്തിയാകാത്തതുമായി ബന്ധപ്പെട്ട വിഷയം അത് ഇപ്പം കോടതി കേസ് വന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മേൽ പറഞ്ഞ രാഷ്ട്രീയക്കാരെല്ലാവരും ഇതിനെ വളരെ ആദരവോടുകൂടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെയാണ് ഇതിനെ അറിയിച്ചത്. അന്ന് എല്ലാവിധ ഭാവാശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. प्यार तो भारत में पहली ഇതാണ് കേരളം. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ഇതൊരു ഇന്റർ റിലീജിയസ് മാരേജ് ആണ്. ഈ പറഞ്ഞ മൊണാലിസ ഒരു ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയും കല്യാണം കഴിച്ചത് ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. അപ്പം ഒരു ഇന്റർ റിലീജിയസ് മാരേജ് അത് കേരളത്തിൽ വെച്ച് നടത്തിക്കൊണ്ട് കേരളം സെക്യുലർ ആണെന്ന് കാണിക്കാനുള്ള വിടാപ്പാടായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഓരോന്നും എല്ലാവരും കൂടെ കാണിച്ചു കൂട്ടി. അതിന്റെ വിടാപ്പാടായിരുന്നു ഈ മാരേജ് രജിസ്ട്രേഷൻ സമയത്ത് ഇവിടുത്തെ പ്രമുഖ MLA MP മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയുള്ള ഒട്ടനവധി പേര് എന്താണ് ഇവർക്ക് ആശംസ നേരുകയും അല്ലെങ്കിൽ പറഞ്ഞ ഈ മാരേജ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പോലും ഈ പറഞ്ഞ നേതാക്കന്മാർക്ക് ഏതൊരു സാധാരണ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രഹസനം കാണിക്കാൻ ഇവിടുത്തെ പിന്നെ എന്താണ് ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്ന് പറയും. ജസ്റ്റ് റിവേഴ്സ് ദ റിലീജിയൻ. നിങ്ങൾ ആ ഒരു റിലീജിയനും അതേപോലെ ജെൻഡർ ഒന്ന് റിവേഴ്സ് ചെയ്തു. ഈ പെൺകുട്ടി ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്, ഈ വരൻ ഒരു ഹിന്ദു മതവിശ്വാസിയാണ്. സംഗതി ഇങ്ങനെ ആയിരിക്കില്ല. ഇങ്ങനെ ഒരാളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കേസ് ആയിരിക്കില്ല. കേരളം നമ്പർ 1 ആണ്. മതേതരത്വം സെക്യുലറിസം ഇതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് കാണിക്കാനുള്ള ഒരു പ്രഹസനം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ഈ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് വേണം. ഈ പറഞ്ഞ ഭരിക്കുന്ന ആൾക്കാർ അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ അവർക്ക് മേൽ പറഞ്ഞ താല്പര്യമുള്ളത് കൊണ്ടും ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കിയില്ല. അതേസമയത്ത് ഇപ്പം ഒരു BJP RSS സംഘടനയ്ക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ലവ് ജിഹാദ് പോലുള്ള ഒരു പദ്ധതിയായിട്ട് മാത്രമേ കാണും. അങ്ങനെ കാണും. കാരണം ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം വിവാഹം കഴിക്കുന്നതും അവിടുന്ന് ഇവിടെ കേരളത്തിൽ വന്നിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അതും വീട്ടുകാരുടെ സമ്മതമില്ലാതെ, ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് ഈ മൈനർ ആയിരിക്കുകയാണ് ഈ പറഞ്ഞ വിവാഹം നടത്തിയിരിക്കുന്നത്. സമയത്ത് ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്താ ചെയ്യുന്നത്, അവർ നമ്പർ 1 ആണെന്ന് കാണിക്കാൻ പിന്നെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അതും ഇവിടെ ഒരു ഘടകമാണ്. അതിനൂടെ വേണ്ടി ആൾക്കാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു ഡ്രാമ കളിക്കും. അതാണ് നടന്നിരിക്കുന്നത്. ബട്ട് ഒടുവിൽ ഈ പറഞ്ഞ MLA MP പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പെട്ടു. എന്താ ഈ സത്യത്തിൽ ഈ പെൺകുട്ടിക്ക് ഈ പറഞ്ഞ പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ദേശീയ ഏതൊക്കെ വിഭാഗമാണ് കമ്മീഷനാണ് പരാതി കൊടുക്കുന്നത്. ഈ പറഞ്ഞ SC/ST വിഭാഗവും അതേപോലെ മറ്റുള്ള ഇതൊരു സംഘടനയും കൂടെ നൽകിയ പരാതിയിൽ കോടതി കേസെടുത്തു. അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി അതിനെതിരെ ഇവിടെ എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും എനിക്കറിയില്ല. ഇതൊക്കെ ഒരു സെലക്ടീവ് പൊളിറ്റിക്സ് മാത്രമാണ്. റിവേഴ്സ് ദ റിലീജിയൻ ഓഫ് ജെൻഡർ. ഈ പെൺകുട്ടിയുടെ അവളൊരു മുസ്ലിം പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ആയിരിക്കില്ല. അതേപോലെ ഈ പറഞ്ഞ അങ്ങനെ ഒരു മാരേജ് രജിസ്ട്രേഷൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇരിക്കുന്ന ഒരാളും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അതെന്താ കാരണം, അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷക്കാരുടെ ചോദ്യം വരും, ഉറപ്പായിട്ടും വരും. ഞാൻ ഈ പറയുന്ന പച്ചയായിട്ട് പറയുന്ന സത്യങ്ങൾ എല്ലാവരും പറയുന്ന കാര്യം